കേരള ഫുഡീസ് ക്ലബിന്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് തയ്യാറാക്കാൻ പോകുന്നത് റവ ഫിഷ് ഫ്രൈ ആണ്. ഗോവയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ഇങ്ങനെ ഒരു റവ ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 5 പീസ് മീനാണ്. നമുക്ക് ഏത് മീൻ വെച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം, റവ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനിതുപോലത്തെ 5 പീസ് മീൻ എടുത്തിട്ടുണ്ട്. മീൻ നന്നായി കഴുകിയെടുത്ത് ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് ഉള്ള മീനാണിത്. അതിൽ കട്ടിയുള്ള മീനാണെങ്കിൽ ഒന്ന് പുറം ഭാഗം ഒന്ന് വരഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കിയ കാരണം കൊണ്ട് വരയേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് നേരെ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 പീസ് വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത്, ഒരു കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം ഇടുമ്പോൾ നമുക്കൊരു നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. പുളിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ നീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. കൂടാതെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം, കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലക്കൂട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്നും കൂടി നോക്കണം. കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ഇതിന്, എന്നാലേ മീനുമേ തേക്കുമ്പോൾ മീനിൻ്റെ അകത്തോട്ട് നന്നായി ഉപ്പ് ചെല്ലണമെങ്കിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. നമുക്കിനി ഈ അരപ്പ് മീനിന്മേലിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടി അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് മസാലയൊക്കെ നല്ലോണം മീനുമ പിടിച്ച് കിട്ടും നമുക്ക്. നമ്മളിപ്പോൾ അരമണിക്കൂർ നേരം മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇനി നമുക്കിത് റവയിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് റവ ഇതുപോലെ വിതറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് മീൻ എടുത്തിട്ട് ഈ റവയിലൊന്ന് കോട്ട് ചെയ്യാം. ഇതുപോലെ മീൻ വെച്ചിട്ട് പതുക്കെ ഒന്ന് റവയിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം, അത്രയും മതി. ഇനി ബാക്കിയുള്ള മീൻ പീസുകളും ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മീനിൻ്റെ എല്ലാ പീസുകളും ഇതുപോലെ റവയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് മീനിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറിയ തീയിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉൾഭാഗം വേവാതെ വരും. റവ ചേർത്തിരിക്കണ കാരണം നമുക്കിത് കുറച്ച് സമയം എടുക്കും ഇത് വേവാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ആദ്യം ഒന്ന് കുക്കാക്കാം. മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പീസുകൾ. നമുക്കൊരു 5 മിനിറ്റ് നേരം കൂടി ഇതുപോലെ മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അപ്പുറം കൂടി മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി ഇത് തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചെടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായി ഫ്രൈ ആയിട്ട് കിട്ടും. അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് മൂടി വെച്ച് വറുക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മീനിപ്പോൾ 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് മീൻ ഇതിൽ നിന്നെടുത്ത് മാറ്റാം.
അങ്ങനെ നമ്മുടെ റവ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.